സഭയ്ക്കുള്ളിൽ തുടർച്ചയായി രണ്ടാം ദിവസവും സഭ നടപടികൾ തടസ്സപ്പെടുന്നു. പക്ഷേ അപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ ചോദ്യോത്തരവേള പാതിയിൽ വെച്ച് സ്പീക്കർ അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം സഭ കൂടുമ്പോഴും സ്പീക്കറിന്റെ ഡയസിന് തൊട്ടുമുന്നിൽ സ്പീക്കറിന്റെ മുഖം മറച്ച് നടുത്തളത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. ഇന്നും ഇപ്പോഴും അതേ നിലയിലാണ്. ഇതാ നോക്കൂ, സ്പീക്കറുടെ മുഖം കാണുന്നില്ല. ഇപ്പോൾ റോഷിയുണ്ട് നമുക്കിപ്പം. റോഷി, ഇന്നും നിയമസഭയിൽ ഇന്നലെ കണ്ടതുപോലെയുള്ള പ്രതിഷേധമാണ്. പക്ഷേ സർക്കാർ വഴങ്ങുന്നില്ല. ചോദ്യോത്തരവേള പൂർത്തിയാക്കാൻ തന്നെയാണോ തീരുമാനം? അരുൺകുമാർ, ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമാണ് ഇന്നും നിയമസഭയിൽ. പ്രതിപക്ഷം ചോദ്യോത്തരവേളയുടെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ നടുത്തളത്തിൽ പ്രതിഷേധം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നതാണ്. ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. മാത്രവുമല്ല, ഹൈക്കോടതി വിധി കൂടി ഇന്ന് നിയമസഭയിൽ പരാമർശിച്ചു. ഞെട്ടിക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ തന്നെ പ്രതിഷേധം തുടങ്ങുകയും ചെയ്തു. പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുമ്പോഴും ഇപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. മന്ത്രിമാർ മറുപടി പറയുന്നുണ്ട്. ഇന്ന് ചോദ്യോത്തരവേള റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ സഭ വെള്ളിയാഴ്ചയാണ് അവസാനിക്കുക. അതുവരെ ഈ ആവശ്യം ഉന്നയിച്ച നിയമസഭയ്ക്കകത്ത് പ്രതിഷേധം തുടരാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തത്. കാരണം സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം പൂർത്തിയാകുന്നതുവരെ അതിന്റെ ഒരു സൂചന സഭയ്ക്കകത്ത് നൽകുക എന്ന തീരുമാനം തന്നെയാണ്. ഏതായാലും മന്ത്രിമാർ ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ചോദ്യോത്തരവേളയിൽ ഭരണപക്ഷ അംഗങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നത് എന്ന് ആരോപിച്ച് അങ്ങനെ പരാതിപ്പെട്ട് വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മന്ത്രിമാർ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. പാർലമെന്ററി കാര്യമന്ത്രിയും നിയമമന്ത്രിയും മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഏതായാലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്നും തുടരുക. ഇനി നേരത്തെ സഭ പിരിയുമോ എന്ന് വ്യക്തമല്ല. കൂടുതൽ കടുപ്പിച്ച പ്രതിഷേധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഭാ നടപടികൾ തടസ്സപ്പെടും. കാരണം സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും സഭയ്ക്കകത്ത് തുടരുന്നത്. താങ്ക് യു റോഷി. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രേക്ഷകരെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലെ ബഹളമാണ്. ഇന്നലെയും നിയമസഭയിലെ ബഹളം, ഇന്നും നിയമസഭയിൽ ബഹളം. സഭ തീരുന്നതുവരെ പ്രതിപക്ഷം ഇതേ നിലയായിരിക്കും തുടരുക. ശബരിമല വിഷയം വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്കുള്ളിലും പുറത്തും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തുടർച്ചയായ രണ്ടാം ദിവസവും സഭയിലെ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുന്നു. ചോദ്യോത്തരവേളയും തടസ്സപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചോദ്യോത്തരവേള ഇന്നലെ ചെയ്തതുപോലെ സ്പീക്കർ റദ്ദാക്കിയിട്ടില്ല. ചോദ്യോത്തരവേള ബഹളത്തിനിടയിലും തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ മടങ്ങി